പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയെങ്കിൽ ചിക്കാഗോ പ്രയർ ലൈനിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവ് ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അതേ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ആലോചന നിങ്ങളുമായിട്ട് കൈമാറുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണം പ്രാപിക്കുന്നു. എൻ്റെ പേര് ഷൈജു തോമസ് എന്നാണ്. ഞാൻ നാട്ടില് കർത്താവദാസനെ ഓൾറെഡി പരിചയപ്പെടുത്തി. കോട്ടയം എന്ന് പറയുന്ന ദേശത്ത്, അതേ ആർപ്പുക്കരയാണ് എൻ്റെ സ്വദേശമെങ്കിലും കഴിഞ്ഞ 12 വർഷമായി പാമ്പാടിയിൽ ഞാൻ താമസിക്കുന്നു. അയർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് ചെറുചോകൂടിന്റെ ഒരു ശുശ്രൂഷകനായി കഴിഞ്ഞ 6 വർഷക്കാലം ആ ദേശത്തായിരിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം ഒരുക്കി നൽകി. ഞാൻ ഒരു പാരമ്പര്യ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവ് ഇടവരുത്തി. 1997 ഡിസംബർ മാസം 23-ാം തീയതി വൈകിട്ട് 7:30 മണിക്ക് ഞാൻ വ്യക്തിപരമായിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതേ ദൈവം എന്നെ ഒരു ദർശനം കാണിപ്പാനിടയായി തീർന്നു. എൻ്റെ പിതാവ് ഒരു കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എക്സ്റേ ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുമായിരുന്നു. കിട്ടുന്ന പൈസ മുഴുവനും മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് മുഖാന്തരം ജീവിതത്തിൽ കടഭാരങ്ങളും കഷ്ടതകളും പട്ടിണികളും പ്രയാസങ്ങളും ഒക്കെ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരാളുടെ രോഗം കഴിയുമ്പോൾ അടുത്തയാൾക്ക് രോഗം, അടുത്തയാളുടെ രോഗം കഴിയുമ്പോൾ മറ്റേയാൾക്ക് കഷ്ടം, അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ശത്രു ഒരു വിധത്തിലും മുന്നോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് വാതുകെട്ടി വെല്ലുവിളിച്ചിരുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കത്തോലിക്കരാവുന്ന ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ ദിവസവും പള്ളി കുർബാനയുണ്ട്. എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോവുകയും പ്രാർത്ഥിക്കുകയും ഓരോ രൂപത്തിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ച് അതിന് മുമ്പിൽ തിരികൾ കത്തിച്ചു വെച്ച് അതിന് വേണ്ട നേർച്ച വഴിപാടുകളൊക്കെ കഴിച്ചിട്ടും അതേ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ജീവിതത്തിലെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസവും കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ നിരാശയോടെ ഞാൻ എൻ്റെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 1997 ഡിസംബർ മാസം 23-ാം തീയതി വൈകിട്ട് 7 മണി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എന്നെ ഒരു ദർശനം കാണിപ്പാനിടയായി തീർന്നു. ആ ദർശനം ഇപ്രകാരമായിരുന്നു. വലിയ കത്തി ജ്വലിക്കുന്ന ഒരു അഗ്നിഗോളം സ്വർഗത്തിൽ നിന്നും അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. അതായത് എൻ്റെ റൂമിനകത്തേക്ക് ആ കത്തി ജ്വലിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. എൻ്റെ റൂം മുഴുവനും വലിയ ഗോൾഡൻ കളർ പോലെയായി. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കരയുവാൻ ആരംഭിക്കുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കത്തോലിക്കരാവുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ പള്ളി പറയുന്നതിനാണ് പ്രാധാന്യം, ദൈവവചനത്തിനൊന്നും പ്രാധാന്യമില്ല. അങ്ങനെ സ്തോത്രം, പള്ളി പോകും, പ്രാർത്ഥിക്കും, തിരിച്ചു വരുന്ന ഒരു ജീവിതം നയിക്കുന്ന നമുക്ക് ദർശനമുണ്ടെന്നോ ദൈവമുണ്ടെന്നോ ഒന്നും ആ പ്രായത്തിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ദൈവം എന്നെ ഒരു ദർശനം കാണിക്കുന്നത്. വലിയ കത്തി ജ്വലിച്ചിരിക്കുന്ന വലിയൊരു അഗ്നിഗോളം. നട്ടുച്ച സമയത്ത് നമ്മൾ സൂര്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ പ്രകാരം ആ തേജസ് നമുക്ക് വെളിപ്പെടും. എന്ന് പറയുന്ന പോലെ വലിയൊരു ശോഭ എൻ്റെ റൂമിനകത്തേക്ക് ഇറങ്ങി വന്നു. അത് ഞാൻ മുട്ടയിലിരിക്കുന്ന സമലെവലിൽ ഇരുന്നു കൊണ്ട് അത് കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ നടുവിൽ നിന്നും ഒരു ശബ്ദം ദൈവം എന്നെ കേൾപ്പിച്ചു. ആ ശബ്ദം ഇപ്രകാരമായിരുന്നു: ഞാനാകുന്നു സത്യദൈവം, നീ ഇന്നും വിദ്യാമൂർത്തികളെയാണ് സേവിക്കുന്നത്. നീ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ അറിയാത്ത പാതകളിലൂടെ കടത്തിക്കൊണ്ടു പോകുമെന്നുള്ള ഇമ്പകരമായ ശബ്ദം ദൈവം എന്നെ കേൾപ്പിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ആ കേട്ട ശബ്ദത്തോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങൾ പോകുന്ന പള്ളി ഏതാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഏതാണ്, അപ്പോൾ ഇത് മറ്റൊരു ദൈവമാണോ എന്ന് അന്ന് എൻ്റെ അറിവില്ലായ്മയിൽ ഞാൻ ചോദിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ വീണ്ടും ആ ശബ്ദം എന്നോട് സംസാരിച്ചത് ഇപ്രകാരമാണ്: നീ ബൈബിള് തുറക്കുവാൻ പറഞ്ഞു. ഞാൻ വേഗം ഞങ്ങളുടെ ഇരിക്കുന്ന കത്തോലിക്കരെ ഉപയോഗിക്കുന്ന POC ബൈബിളാണ്. ആ ബൈബിൾ വേഗം ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്കൊരു വാക്യം കിട്ടി. അത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്കാണ് എൻ്റെ കണ്ണുകൾ പോകുന്നത്. ആ വാക്യം വലിയ ഹൈലൈറ്റ് ചെയ്തതുപോലെ എനിക്കവിടെ വായിക്കുവാനായിട്ട് സാധിച്ചു. ആ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിട്ടുള്ളത്: മറ്റൊരുത്തരിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ നാമവുമില്ല, അത് യേശുവിന്റെ നാമം എന്നുള്ള വാക്യമാണ്. പല ആവർത്തികൾ അത് ഞാൻ വായിക്കുവാൻ ഇടയായി തീർന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മറ്റൊരുത്തരിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടവന്നു. ആ രാത്രികാലം എൻ്റെ ഹൃദയം ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയരെ, സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ, അന്ന് രാത്രികാലം മുതലാണ് ബൈബിൾ തുറന്ന് വായിക്കുവാൻ ആരംഭിക്കുന്നത്. അങ്ങനെ ബൈബിൾ ഓരോ അധ്യായം ആർത്തിയോടെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട്: പള്ളിയിൽ കാണിക്കുന്നതുമായിട്ട് യാതൊരു താരതമ്യം നമുക്ക് ബൈബിളിനെ തുലനം ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം സഭ പഠിപ്പിക്കുന്നതാണ് പള്ളിയിൽ പ്രാവർത്തികമാക്കുന്നത്. ദൈവത്തിന്റെ തിരുവായും ഒഴിഞ്ഞ് നമ്മുടെ കരകളിൽ തന്നിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അത് പ്രമാണിക്കുന്ന ഭക്തൻ അത് ഭാഗ്യവാനാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഇത് വായിച്ചു കേൾപ്പിക്കുന്നവനും ഇത് കേൾക്കുന്നവനും ഇത് പ്രമാണിച്ചിട്ടുള്ളത്. അങ്ങനെ കർത്താവിന്റെ കൃപയാല്
രക്ഷിക്കപ്പെടുവാനും അതിനുശേഷമായി സ്നാനപ്പെട്ട് ഈ ദൈവകൃപയിലേക്ക് വരുവാൻ കർത്താവ് ഇടവരുത്തി. ഇന്നേക്ക് 25 വർഷം മുമ്പ് അതെ ഇന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ ഒരു പൈതലായി തീരുവാൻ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിച്ച് അതെ ദൈവ മക്കളോട് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ലൈനിൽ ആരെങ്കിലും ഭാരത്തോടെ വേദനയോടെ ഈ രാത്രികാലം എന്നെ ശ്രമിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവാത്മാവിനെ ഓർപ്പിച്ചൊരു സത്യം ഇതാണ്. ഞാൻ ആത്മാർത്ഥതയോടെ ആ ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ, നിങ്ങളുടെ ഭാരം എന്തുമാകട്ടെ, നിങ്ങളുടെ വേദനകൾ എന്തുമാകട്ടെ, നിങ്ങളുടെ നിരാശകൾ എന്തുമാകട്ടെ, നിങ്ങളെ വിടുവിക്കുക, നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവം നമ്മുടെ നടുവിൽ ജീവിക്കുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ നടുവിൽ കടന്നു വരുമെന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവ് വാസ്തവമായി നമ്മുടെ നടുവിലുണ്ട്. അത് വിശ്വസിക്കുന്നവർ മാത്രം ആ കരം ഉയർത്തിയ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. കാരണം കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അവൻ സ്തോത്രം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. കഴിഞ്ഞ 18 വർഷമായി കർത്താവിന്റെ മഹത്വമുള്ള വേല കേരളത്തിലും വടക്കേ ഇന്ത്യയിലും ഒക്കെ ആയിട്ട് ചെയ്യുവാനായിട്ട് കർത്താവ് എനിക്ക് ഭാഗ്യമൊരുക്കി. അങ്ങനെ കർത്താവിന്റെ കൃപയിലേക്ക് ഞാൻ വന്നു. സ്തോത്രം. അങ്ങനെ ദൈവം എനിക്ക് നല്ല ജോലി വിദേശ രാജ്യങ്ങളിൽ നൽകി. ഞാൻ മിഡിൽ ഈസ്റ്റിൽ ചില വർഷങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് ഞാൻ ജോലി ചെയ്യുന്നത് അയർലൻഡിൽ ഡബ്ലിൻ 3 എന്ന് പറയുന്ന അത് സ്ഥലത്ത് ക്ലോൺഡ്രാഫ് കാസ്റ്റിൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വെച്ച് ജോലി ചെയ്യുന്ന സമയത്താണ് ദൈവം ഈ വേലയ്ക്കായിട്ട് എന്നെ വിളിച്ച് വേർതിരിക്കുന്നത്. ഞാൻ എൻ്റെ ഓഫീസിൽ എനിക്കൊരു ക്യാബിനൊക്കെ ഉണ്ട്. അവിടെ വന്ന് രാവിലെ ഞാൻ 2 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ അന്ന് രാവിലെ ഞാൻ വന്നു. ഇതുപോലെ കമ്പ്യൂട്ടറെല്ലാം ഓപ്പൺ ചെയ്യുവാനായിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് CPU ഓൺ ചെയ്യുവാനായിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ അതേ കമ്പ്യൂട്ടറിന്റെ മുഖത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ സ്തോത്രം എന്റെ മുമ്പിലുള്ള ഭിത്തിയിൽ ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. ആ ദർശനം ഇപ്രകാരമായിരുന്നു. വലിയൊരു വയല് ദൈവം എന്നെ കാണിച്ചു. ഞാൻ ചോദിച്ചു, കർത്താവേ എന്താണ്? നെൽമണികളെല്ലാം കൂടെ മൂത്ത് കിടന്നിട്ട് കാറ്റത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ദർശനമാണ് ദൈവം എന്നെ കാണിച്ചത്. എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ ദർശനം. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്താണ് ഈ ദർശനം? അപ്പോൾ അതിന്റെ താഴെ ഒരു വാക്യം TV-യിലൊക്കെ നമ്മൾ എഴുതി കാണുന്നത് പോലെ എന്നെ കാണിച്ചു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. പ്രിയമുള്ളവരെ, ആ പകൽക്കാലം ഞാൻ വൈറ്റ് പേപ്പർ എടുത്ത് റിസൈൻ കൊടുത്തിട്ട് നാട്ടിലേക്ക് കടന്നുപോയി. കർത്താവിന്റെ മഹത്വമുള്ള മാറ്റമില്ലാത്ത വചനം പഠിച്ച് കഴിഞ്ഞ 18 വർഷക്കാലമായി കർത്താവിനെ ഞാൻ സ്തോത്ര പരിശുദ്ധ സ്ഥലത്തും അതേ സ്തോത്രം ഓരോ സഭകളിലും ഓരോ ദേശത്തും ഒക്കെ എന്നെ വീണ്ടെടുത്ത ദൈവത്തെ, എന്നെ രക്ഷിച്ച ദൈവത്തെ, നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഇന്നു പിതാവിന്റെ വലതു ഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന ദൈവത്തെ ഉയർത്തുവാൻ കർത്താവ് എനിക്ക് നൽകിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് ഈ ദേശത്തേക്ക് കടന്നു വന്നത്. ആദ്യമായിട്ടാണ്. വർഷങ്ങൾക്ക് മുന്നമേ ഉള്ള ഒരു വാഗ്ദത്തമായിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ അനേക സ്റ്റേജുകളിൽ തന്നെ ഉപയോഗിക്കുമെന്നുള്ള അവിടെ ദൈവത്തിന് മാറ്റമില്ലാത്ത ശബ്ദം അന്നൊക്കെ ദൂത് 5-8 വർഷം മുമ്പ് കേട്ടുവെങ്കിലും അതിനൊന്നും ഞാൻ പ്രാധാന്യം കൊടുത്തില്ല. കാരണം എൻ്റെ ഒരു നിമിഷം പോലും സമയം വേസ്റ്റ് ആക്കാതെ കർത്താവിനെ ഉയർത്തണം, കർത്താവിന് വേണ്ടി ഒരു കൂട്ടം ജനത്തെ വിടുവിക്കണമെന്നുള്ള ആ ഒരൊറ്റ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് സ്തോത്രം. മീറ്റിംഗ് ഉള്ളപ്പോൾ മീറ്റിങ്ങിന് കടന്നു പോകും. മീറ്റിംഗ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെ ആയിട്ട് പോയിട്ട് അതേ ഓരോ വഴിവക്കിലും നിന്നുകൊണ്ട് എനിക്കൊരു മൈക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പോയിട്ട് യേശുവിനെ പ്രസംഗിക്കുവാനും ട്രാക്റ്റുകൾ കൊടുക്കുവാനും അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാനും ഒക്കെ കഴിഞ്ഞ 18 വർഷമായിട്ട് കർത്താവ് എനിക്ക് ഭാഗ്യം ഒരുക്കി നൽകിയിട്ടുണ്ട്. സ്തോത്രം. ഈ വൈകിയ വേളയിൽ ചിക്കാഗോ പ്രയർ ലൈനിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോട് ചേർന്ന് പ്രത്യേക കർത്താവിന്റെ ദാസന് പാസ്റ്റർ അനീഷ് അവറുകളെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിൽ ഇപ്രകാരം ഒരവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോട് കുടുംബത്തോടും ഈ ചിക്കാഗോ പ്രയർ ലൈനോടുമുള്ള എല്ലാവിധമായ നന്ദിയും അതേ പ്രാരംഭത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ചെറിയ ആലോചന നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് നമുക്കൊരു വേദവാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 30-31 വേദവാക്യങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ച് സഹായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 30-31 വേദവാക്യങ്ങൾ. യെസ്. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ നമുക്കറിയാം ഈ വേദഭാഗം നമ്മൾ അനേക ആവർത്തികൾ നമ്മൾ കേട്ടിട്ടുള്ളതും ഇതിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളതും ഒക്കെയാണ്. എന്നിരുന്നാലും ഈ വൈകവേളയിലെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ വായിച്ച കുറിവാക്യം ഇപ്രകാരമാണ്: യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നവർ പറഞ്ഞു. അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ 16-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാലിക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവിടെ വായിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പൗലോസ് ഉണ്ട്, ശീലാസ് ഉണ്ട്, തിമോത്തിയോസ് ഉണ്ട് എന്ന് നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അവർ മൂവരും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞു യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാലിക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അപ്പോൾ പൗലോസും ശീലാസും തിമോത്തിയോസും കൂടെ പ്രാർത്ഥിക്കുവാനായി പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ദേശത്ത് വലിയൊരു പുരുഷാരത്തെ അവർക്ക് കാണുവാനായിട്ട് ഇടവരുന്നുണ്ട്. ആ വലിയൊരു പുരുഷാരത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ആ വലിയ തിക്കിത്തിരക്കുന്ന പുരുഷാരത്തിന്റെ നടുവിൽ ഒരു ഏകദേശം 12-13 അതേ പ്രായമുള്ള ഒരു ബാലിക്കാരത്തിൽ നിന്നുകൊണ്ട് അവിടെ കരങ്ങളൊക്കെ നീട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെ കയ്യെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ലക്ഷണങ്ങളും ഭാവി കാര്യങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അവിടെ ഒരു കൂട്ടം ജനത്തെ തെറ്റിച്ചുകൊണ്ട്, ഒരു കൂട്ടം ജനത്തിന്റെ ഭാവി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അവിടെ ഭാവി ലക്ഷണങ്ങളെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ജനത്തെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ദാസന്മാരാകുന്ന പൗലോസും ശീലാസും തിമോത്തിയോസും കൂടെ അവർ പ്രാർത്ഥിക്കുവാനായിട്ട് അവർ ആലയത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവരവിടെ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ആ വചനം സംസാരിക്കുവാൻ പോലും ആഗ്രഹമുള്ളവരെ പോലും എന്ത് ചെയ്യുകയാണ്, ഈ ബാലിക്കാരത്തിയാവുന്ന സഹോദരി ഭാവി ലക്ഷണങ്ങളെ പറഞ്ഞുകൊണ്ട് അവരുടെ ഭാവിയെ കുറിച്ച് പ്രവചിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനത്തെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകള് പൗലോസ് ശീലാസ് തിമോത്തിയോസ് കാണുവാനിടയായി തീർന്നു. അങ്ങനെ പല ദിവസങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ വരുമ്പോൾ പല ദിവസങ്ങളും വലിയൊരു പുരുഷാരം അവിടെ ചുറ്റും, ഈ സഹോദരിക്ക് ചുറ്റുമുണ്ട്. അവൾ അവിടെ നിന്നുകൊണ്ട് ആ കടന്നു വരുന്നവരുടെ മുഖത്തേക്ക് നോക്കി, അല്ലെങ്കിൽ അവിടെ കരങ്ങളിലൊക്കെ പിടിച്ച് ലക്ഷണങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവൾ ഓരോ ഭാവി കാര്യങ്ങൾ പറയുക. പൈശാചികനാൽ പിടിക്കപ്പെട്ടുകൊണ്ട്, പൈശാചികന്റെ പോരുകൾ കടിമപ്പെട്ടുകൊണ്ട് പിശാച് അവളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്ന് നമുക്ക് ആ വേദവാക്യം വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്നു, അവൾ പൗലോസിന്റെ ഞങ്ങളുടെ പിന്നാലെ വന്നു. നോക്കണമേ, സ്തോത്രം. അവിടെ കൂടി വന്ന ജനത്തോടല്ല ഭാവി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരാകുന്ന, ദൈവത്തിന്റെ അഭിഷേകമുള്ള, ദൈവത്തിന് വേണ്ടി പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്ന തന്റെ ദാസന്മാരെ കൂടെ ഇല്ലാതാക്കുവാനായി, തന്റെ ദാസന്മാരെ കൂടെ എന്താണ്, അവരെ കൂടെ വശീകരിച്ചുകൊണ്ട് ഈ ഹിതമല്ലാത്ത പ്രവൃത്തിയിലേക്ക് അവരെ വലിച്ചു കൊണ്ടുവരുവാനായിട്ട് എന്ത് ചെയ്യുക, അവരുടെ പിന്നാലെ വരിക. അങ്ങനെ 17-ാം ഭാഗത്തിൽ വായിക്കുന്നത്, അവൾ പൗലോസിന്റെ ഞങ്ങളുടെ പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനാകുന്ന ദൈവത്തിന്റെ ദാസന്മാര്. അപ്പോൾ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട്, യഥാർത്ഥമായി സ്നാനപ്പെട്ട്, യഥാർത്ഥമായി അഭിഷേകം പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ആരെന്ന് ശത്രുവിന് നല്ലവണ്ണം അറിയാം. ഒന്നുകൂടെ പറഞ്ഞാൽ, പിശാചിന് നല്ലവണ്ണം അറിയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നവനാണോ എന്നവന് നല്ലവണ്ണം അറിയാം. നമ്മൾ ആരാധിക്കുന്നവനാണോ എന്നവന് നല്ലവണ്ണം അറിയാം. നമ്മൾ ഉപവസിക്കുന്നവരാണോ എന്നവന് നല്ലവണ്ണം അറിയാം. നമ്മൾ ബൈബിൾ വായിക്കുന്നവരാണോ എന്നവന് നല്ലവണ്ണം അറിയാം. ഒന്നുകൂടെ പറഞ്ഞാൽ, കർത്താവിന്റെ വേല വിശ്വസ്തയോടെ ചെയ്യുന്നവരാണോ എന്ന് ആർക്കറിയാം? ഈ ശത്രുവാകുന്ന പിശാചിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് എനിക്കറിയാം, അവിടെ ഒത്തിരി പാസ്റ്റേഴ്സിന്റെ നാട്ടിൽ എനിക്ക് കാണുവാൻ കഴിയും. അവർ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നേ, രാത്രി 11 മണി 12 മണിക്ക് അവർ തിരിച്ചു കയറി വരും. അവരോട് നമ്മളൊന്ന് പോയി ചോദിച്ചാൽ, പാസ്റ്റർ ഇന്ന് എവിടെയൊക്കെ പോയെന്ന് ചോദിച്ചാൽ, പല പ്രിയപ്പെട്ടവരും എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറയും, പാസ്റ്റർ ഇന്ന് എവിടെയൊക്കെ പോയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ദൈവത്തിന്റെ പൈതലെ, ഞാൻ ആത്മാവിലൊരു ദൂരം നിങ്ങളോട് കൈമാറാം. സ്തോത്രം. നമ്മളെ ബിസി ആക്കുന്നത് ശത്രുവാകുന്ന പിശാച. എന്നാൽ അവന് നല്ലവണ്ണം അറിയാം. നമ്മൾ അല്പസമയം വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ, വേറിട്ട് വചനം ധ്യാനിച്ചാൽ, വേറിട്ട് ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന, വേറിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ചാൽ, തീർച്ചയായും നമ്മൾ കടന്നു പോകുന്ന പാതകളിൽ, അല്ലെങ്കിൽ നമ്മൾ പാദം ചവിട്ടുന്ന ഭവനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തി ജീവിതങ്ങൾ അവർ വിടുവിക്കപ്പെടും, അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് ശത്രുവായ പിശാചിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് പ്രിയരെ പലരെയും നമ്മളെ അവൻ ബിസിയാക്കുകയാണ്. ഞാൻ ദൈവസ്നേഹത്തിൽ എന്റെ മാതാപിതാക്കളാണെന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേര് സമയങ്ങൾ വേറിട്ട് കൃത്യമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്? എത്ര പേര് വചനം ധ്യാനിക്കുന്നവരുണ്ട്? എത്ര പേര് ഉപവസിക്കുന്നവരുണ്ട്? എത്ര പേര് സ്തോത്രം ഓരോ സംഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുമ്പോൾ, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുമ്പോൾ, എത്ര പേർക്ക് സ്തോത്രം മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും കരയുവാനും ജാഗരിപ്പാനും കഴിയുന്നുണ്ട്? പ്രിയരെ, ഞാൻ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്നലെ വരെ പ്രാർത്ഥിക്കുവാൻ കിട്ടുന്ന സമയം പോലും മറ്റു കാര്യത്തിന് വേണ്ടി ചിലവഴിച്ച് ദൈവത്തെ തള്ളിക്കളഞ്ഞുവെങ്കിൽ, ദൈവത്തെ ഇല്ലാതാക്കിയെങ്കിൽ, ദൈവത്തിന്റെ വഴിവിട്ട് നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞുവെങ്കിൽ, ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, എന്റെ അടിപ്പിണരാൽ നിനക്ക് ഞാൻ സൗഖ്യം തന്നതാണ്, എന്റെ രക്തത്താൽ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചതാണ്. ഒരു കണ്ണിനും നിന്നോട് ദയ തോന്നാതിരുന്നപ്പോൾ, നിന്റെ ഭവനത്തിൽ പോലും പലരും എന്നെ
നിന്നെ നോക്കിക്കൊണ്ട് ഇവനെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ്, നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല, ഇവന് പഠിപ്പില്ലെന്ന് പറഞ്ഞു, ഇവന് മിടുക്കില്ലെന്ന് പറഞ്ഞു, ഇവന് സാമർഥ്യമില്ലെന്ന് പറഞ്ഞു, ഇവന് ഒരു കളറുമില്ലെന്ന് പറഞ്ഞു, ഇവനെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും നിങ്ങളെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് നമ്മളെക്കാട്ടിൽ കഴിവുള്ളവരുണ്ടായിട്ടും, നമ്മളെക്കാട്ടിൽ മിടുക്കുള്ളവരുണ്ടായിട്ടും, നമ്മളെക്കാട്ടിൽ പഠിപ്പുള്ളവരുണ്ടായിട്ടും, നമ്മളെക്കാട്ടിൽ സ്തോത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിലും അവരെ ഒന്നും തെരഞ്ഞെടുക്കാതെ സ്വർഗത്തിലെ ദൈവ കൃപയാൽ എന്നെ നിന്നെ മുന്നമേ തെരഞ്ഞെടുത്തുവെങ്കിൽ ഓർക്കുക, ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. പൈസലോട് ലോകം ഓടുമ്പോൾ ലോകത്തിന് പിന്നാലെ ഓടുന്നവനല്ല യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. ലോകവും അതിന് മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നതിന് എന്നേക്കും നിലനിൽക്കും. അങ്ങനെയെങ്കിൽ ഈ അന്ത്യകാലഘട്ടത്തില് പ്രിയരെ, കോവിഡ് വന്ന അനേക കോടി ജനങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ടു. അവരവരുടെ ഉറ്റവർക്കും ഉടയവർക്കും പോലും അവരുടെ പ്രിയപ്പെട്ടവർക്ക് പോലും ഒരു നോക്ക് പോലും കാണുവാൻ കഴിയാതെ ചാക്കിനകത്ത് കെട്ടി വണ്ടിയിൽ കൊണ്ട് തള്ളിക്കളയുമ്പോൾ പ്രിയരെ, അതിന് നടുവിൽ കോവിഡ് വരാത്തവരല്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്. ആ കോവിഡിന്റെ മധ്യത്തിലും എന്നെ നിങ്ങളെ വിടുവിച്ചു, എന്നെ നിങ്ങളെ സൂക്ഷിച്ച് നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി നൽകി, നമ്മുടെ ആരോഗ്യത്തെ ദീർഘമാക്കി നൽകി, നമുക്ക് ആവശ്യമുള്ള നന്മകളെ ഒരുക്കി നൽകി. ഇന്നുവരെ കൃപയെ നിലനിർത്തി നമ്മളെ പോറ്റി പുലർത്തുന്ന ആ ദൈവത്തെ മറന്നിട്ട് നമുക്കൊരു ജീവിതമില്ല. ആ ദൈവം തരാത്തൊരു അനുഗ്രഹം നമുക്ക് വേണ്ട. അങ്ങനെയെങ്കിൽ ഈ രാത്രികാല പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, ദൈവത്തിന്റെ വചനപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ തയ്യാറായിക്കോ. തലമുറകളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ പോകുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കുടുംബങ്ങൾ ദുഃഖത്തിലും നിരാശയിലൂടെ കടന്നു പോകുന്നവര് ഈ രാത്രികാലം എന്നെ കേൾക്കുന്നുണ്ട്. ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, ഇന്നലെ വരെ പ്രാർത്ഥിച്ചിട്ടും ഇന്നലെ വരെ ഉപവസിച്ചിട്ടും വിടുതലില്ലാതിരിക്കുന്ന ചില വിഷയത്തിന് മേൽ ഈ 2024 10 മാസം മകനെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം മറുപടികളെ കൽപ്പിച്ച് ദേശത്ത് നിങ്ങളെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഈ രാത്രികാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഐക്യതയെ കെടുത്തിക്കളഞ്ഞുകൊണ്ട് സ്തോത്ര കുടുംബ ജീവിതത്തെ ചിന്ന ഭിന്നമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഐക്യതയില്ലാതെ വണ്ണം പോരാടി നിൽക്കുന്ന വെല്ലുവിളിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് തകർന്നു മാറട്ടെ. ഇന്ന് വരെയും ഒരു വിടുതൽ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇന്ന് വരെ ഒരു സൗഖ്യം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇന്നലെ വരെ നമ്മളെ രോഗിയാക്കി എന്ന് പറഞ്ഞ് രോഗവൈദ്യന്മാര് പല ടെസ്റ്റുകളും നടത്തി നമ്മളെ ഒരു രോഗിയാക്കി വിധി എഴുതി വെച്ചുവെങ്കിൽ ഈ രാത്രികാലം എത്ര പേര് വിശ്വസിക്കുവാൻ തയ്യാറാകും? ദൈവത്തിന്റെ കരം നമ്മളെ തൊടുന്ന രാത്രികാലമാണ്. അവൻ തൊട്ടാൽ വിടുതലാണ്, അവൻ തൊട്ടാൽ സൗഖ്യമാണ്, അവൻ തൊട്ടാൽ ബന്ധനം അഴിയുകയാണ്, അവൻ തൊട്ടാൽ കെട്ടുകൾ പൊട്ടുകയാണ്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ വിടുതലിന്റെ കരം ഈ രാത്രികാലം നിങ്ങളെ തൊടുകയാണ്. അവൾ പൗലോസിന്റെ തങ്ങളുടെ പിന്നാലെ വന്നു. എന്നിട്ട് അവള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാര്, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ പല നാൾ പ്രൈസലോട് അവൾ ചെയ്തു വന്നു. അപ്പോൾ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി പൗലോസ്, ശീലാസ്, തിമോത്തിയോസും ഒക്കെ അവർ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ വീണ്ടും അവള് സ്തോത്രം ഇവരുടെ അടുക്കൽ വന്നിട്ട് അവർക്കെതിരായിട്ട് സംസാരിക്കുവാൻ ആരംഭിച്ചപ്പോൾ ഒരു ദിവസം പൗലോസിനും ദേഷ്യം വന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, 18ാം വാക്യത്തിൽ വായിക്കുന്നു, ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞ് നോക്കി അവളിലുള്ള ഭൂതത്തോടെ, ഇവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അതവളെ വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്നലെ വരെ നമുക്കെതിരെ, നമ്മുടെ തലമുറയ്ക്കെതിരെ, നമ്മുടെ കുടുംബജീവിതത്തിനെതിരെ, നമ്മുടെ ഭാവിക്കെതിരെ, നമ്മുടെ നന്മയ്ക്കെതിരെ, അത് നമ്മുടെ ഉയർച്ചയ്ക്കെതിരെ ശത്രു പലവിധമായ തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് പലരിലൂടെ പല കാര്യങ്ങളെ പുറപ്പെടുവിച്ചുവെങ്കിൽ ഈ രാത്രികാലം വെളിപ്പെട്ട് വരുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ പകരുമ്പോൾ ആ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. ചിലതിനെ നോക്കി ഈ രാത്രികാലം വെല്ലുവിളിക്കുവാൻ കഴിയുമോ? ചിലതിനെ നോക്കിക്കൊണ്ട് ഒന്ന് ശാസിക്കുവാൻ കഴിയുമോ? പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നറിയുന്നുവല്ലോ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് എന്റെ നിങ്ങളുടെ ശരീരം എന്ന് മറന്നു പോകല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും പ്രിയരെ, ഈ രാത്രികാലം ഏത് പ്രതിബന്ധങ്ങളാട്ടെ, ഏത് പ്രയാസങ്ങളാട്ടെ, ഏത് നിരാശകളാട്ടെ, ഏത് ഭാരപ്പെടുത്തുന്ന വിഷയമാകട്ടെ, ആ വിഷയത്തെ വലുതായി കാണാതെ അത് ദൈവത്തെ വലുതായി കണ്ടുകൊണ്ട് ആ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ശക്തിയോടെ അന്ധകാര മണ്ഡലത്തെ നോക്കി ഒന്ന് ശാസിക്കുവാൻ കഴിഞ്ഞാൽ ആ ദുഷ്ടന്റെ
ആധിപത്യത്തിനെതിരെ ഒന്ന് ശബ്ദമുയർത്തുവാൻ കഴിഞ്ഞാൽ ഈ രാത്രികാലം ചില പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുകയാണ്, അതെ അവളെ വിട്ട് പോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, ആ വിചാരം ഇസ്രായേലിന് ഫലിക്കത്തില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, യഥാർത്ഥ ഒരു ഇസ്രായേൽ ആണോ ഞാനും നിങ്ങളും? വചനം പറയുന്നു, ആ വിചാരം ഇസ്രായേലിന് ഫലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും യഥാർത്ഥ ഒരു ഇസ്രായേലനാണെങ്കിൽ ഒരു ആഭിചാരത്തിനോ ഒരു മന്ത്രത്തിനോ ഒരു തന്ത്രത്തിനോ ഒരു നേർച്ച വഴിപാടിനോ ഒരു പുണ്യപ്രവൃത്തികൾക്കോ എന്നെയും എന്റെ തലമുറയും അല്ലെങ്കിൽ നമ്മളെ, നമ്മുടെ തലമുറകളെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഒരു പിശാചിന് തൊടുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പലവിധമായ പോരുകൾ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഇതുവരെയായിട്ടും ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു സാക്ഷാൽ ഇസ്രായേലിനായി തീരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം എത്ര പേര് ആ ദൂതേറ്റെടുക്കുവാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്? അതെ, ചില പ്രിയപ്പെട്ടവർ ദൈവാത്മാവ് പറയുക, ഇന്നലെ വരെ വെല്ലുവിളിച്ച ചില മണ്ഡലങ്ങൾ ഇന്നലെ വരെ ഒതുക്കി കളയുമെന്ന് പറഞ്ഞ്, ഇന്നലെ വരെ ഉയർത്തുകയില്ലെന്ന് പറഞ്ഞു, ഇന്നലെ വരെ നിന്നെ കൊണ്ട് നിന്റെ കടഭാരത്തെ മാറ്റിക്കളയത്തില്ലെന്ന് പറഞ്ഞു ശത്രു തന്ത്രങ്ങളെ ഒരുക്കി വിട്ടുവെങ്കിൽ ഈ രാത്രികാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, ചില അന്ധകാര മണ്ഡലങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനം വിട്ടു മാറുകയാ, നിങ്ങളുടെ ശരീരം വിട്ടു മാറുകയാ. ദൈവത്തിന്റെ തേജസ് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു രാത്രികാലമാണ്. അതേ 19 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, അവിടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പൊയ്പോയത് കണ്ട് പൗലോസിനെ ശീലാസിനെ പിടിച്ചു. അതേ പ്രിയമുള്ളവരെ, ചില പ്രമാണിമാര് ഈ സഹോദരിയുടെ മേൽ ദുരാത്മാവിനെ വർഷിപ്പിച്ചുകൊണ്ട് അവളെ ആവാഹിപ്പിച്ചുകൊണ്ട് ആ ദേശത്തേക്ക് വിട്ടിരിക്കുക. എന്തിനാ? ആ ദേശത്തുള്ളവരുടെ നന്മയെല്ലാം കൂടെ കൈക്കലാക്കി കൊണ്ടുവന്ന്, അതേ സ്തോത്രം, അതേ ഈ യജമാനന്മാര് അവരുടെ ജീവനം നല്ല രീതിയിൽ അവര് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ചില നാളുകളായിട്ട് ഇത് കണ്ട് അതേ മനമെടുത്ത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലെന്ന് സ്തോത്ര ദൈവത്തിന്റെ ആത്മാവിന് വിവേചനപരത്തോടെ അത് വിവേചിച്ച് കിട്ടിയപ്പോൾ ആ ആത്മാവിന് മനസ്സിലായി ഇത് ഏത് ആത്മാവാ സംസാരിക്കുന്നത്. അതെ, പൗലോസിന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു, ഇവിടെ ഉള്ളിലിരിക്കുന്നത് ഏത് ആത്മാവാ? ദുരാത്മാവാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നല്ല ആത്മാവ് ഉള്ളവനും അതേ സ്തോത്ര ദുരാത്മാവിനെ നോക്കിക്കൊണ്ട് ശാസിച്ചപ്പോൾ അവിടെ ശരീരം വിട്ട ആത്മാവ് നീങ്ങി മാറിപ്പോ. പ്രൈസ് ദി ലോർഡ്. അതുവരെ വാതോരാതെ അതെ ദൂതുകൾ പറഞ്ഞു, പ്രവചനങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ സ്തോത്ര ഭാവി പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ വാ ജലിപ്പിക്കുവാൻ കഴിയുന്നില്ല. ഇവിടെ വാ അടയുവാൻ ഇടയായി തീർന്നു. കാരണം എന്താ? അതെ, അഭിഷേകമുള്ള ഒരുവനെ തകർക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമാ. ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ. നമ്മുടെ ദൈവം മരിച്ചുപോയൊരു ദൈവമല്ല. നമ്മുടെ ദൈവം കല്ലറയ്ക്കകത്ത് കിടക്കുന്ന ഒരു ദൈവമല്ല. അവൻ റോമൻ ഗവൺമെന്റിന്റെ റോമൻ ഇമ്പീരിയൽ മുദ്രയുള്ള വലിയ കല്ലിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൻ 3-ാം ദിവസം സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഇന്ന് പിതാവിന്റെ വലതു ഭാഗത്ത് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവമാ. അങ്ങനെയെങ്കിൽ പ്രിയരെ സ്തോത്രം, ഈ രാത്രികാലം ഒന്ന് ഉറക്കണം. ദൈവത്താൽ കഴിയാത്ത യാതൊരു കാര്യവുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അതെ, യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം നിൽക്കുന്നവരാര്? എത്ര പേർക്ക് പറയുവാൻ കഴിയും? യഹോവ എന്റെ പക്ഷത്തുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. അതെ, യഹോവയുടെ സാന്നിധ്യം എന്റെ മേലുണ്ട്, അതുകൊണ്ട് ശത്രുവിനെ എന്നെ ഒടുക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, അതെ സ്തോത്ര, അതെ നല്ല ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന് അതെ വസിക്കുവാൻ കൊള്ളാവുന്ന നല്ലൊരു ആലയമാക്കി നമ്മുടെ ശരീരത്തെ എപ്പോഴും സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, കൊലോസ്യ ലേഖനം 1:27 നമ്മൾ വായിക്കുന്നു, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദിനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മമോ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളവന് പിണങ്ങുവാൻ കഴിയത്തില്ല, കോപിക്കുവാൻ കഴിയത്തില്ല, വഴക്കുണ്ടാക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. അതേ സ്തോത്രം. മറ്റുള്ളവരുമായി സഹകരിപ്പാതിരിപ്പാൻ കഴിയത്തില്ല. കാരണം എന്താ? ദൈവത്തിന്റെ ആത്മാവ്. അതേ സ്തോത്രം. നമുക്കറിയാം സ്നേഹത്തിന്റെ ഡെഫിനിഷൻ 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെ? 13-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, സ്നേഹം ദീർഘമായി ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ള നമുക്കത് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? നമ്മളെല്ലാം ക്ഷമിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? അതില്ലെങ്കിൽ ഓർക്കണം, യഥാർത്ഥ ദൈവത്തിന്റെ ആത്മാവ് ഇതുവരെ നമ്മുടെ ഉള്ളിൽ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ രാത്രിക്കാലം നമ്മളെ തന്നെ ഒന്ന് കണ്ടുണരണം. പ്രൈസ് ദി ലോർഡ്. കാലം ഇനി അധികമില്ല. ലോകത്തിന്റെ പോക്ക് കണ്ട 7 നിമിഷവും കർത്താവ് വരാൻ സമയം സമാഗതമായി. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം നമ്മുടെ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു വശത്ത് ക്ഷാമങ്ങൾ, മറുവശത്ത് ഭൂകമ്പങ്ങൾ, മറുവശത്ത് പകർച്ചവ്യാധികൾ, ഇതെല്ലാം നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മൾ അത് അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഓർക്കുക, പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. പ്രിയരെ,
നമ്മുടെ ചിക്കാഗോ പ്രെയർ ലൈനിന്റെ ഈ മീറ്റിംഗ് ഇവിടെ ആശീർവാദം പറഞ്ഞ് തീർക്കുന്നതിന് മുന്നമേ കർത്താവിന്റെ കാഹളം ധ്വനിച്ച് കടന്നു വന്നാൽ ആ കാഹളത്തിന്റെ ധ്വനി നമ്മളിൽ എത്ര പേര് കേൾക്കുവാനിടയായി തീരും. അതോ നമ്മുടെ പേരിനൊരു ബന്ധക്കോസ് ആണോ, അതോ പേരിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണോ, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചതാണോ? ഒരിക്കലും നമ്മൾ അങ്ങനെ ഇറങ്ങി തിരിച്ചവരായി തീരല്, മറിച്ച് ദൈവത്തിന്റെ ഒരു മകനായി മകളായിട്ട് ദൈവം നമ്മളെ കണ്ടതാ. ഈ രാത്രികാലം നമ്മൾ സൂം മീറ്റിംഗിലൂടെ കർത്താവിന്റെ നാമത്തെ നമ്മൾ ഒരുമിച്ച് ഇവിടെ ഉയർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ നോക്കിയിട്ട്, എന്നെ നോക്കിയിട്ട് ഇപ്രകാരം പറയത്തില്ല, എന്റെ മോൻ ഷൈജു തോമസ് ആണ് വചനം സംസാരിക്കുന്നത് ദൈവം പറയത്തില്ല. ദൈവം എന്നെ നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ സഭ ദാണ്ടെ ചിക്കാഗോയിൽ അതേ സ്തോത്രം ഇരിക്കുന്നു എന്നേ പറയത്തുള്ളൂ. അങ്ങനെങ്കിൽ ഞാനും നിങ്ങൾ ദൈവത്തിന്റെ ഒരു സഭയാണ്. ആത്മ മണവാളനാകുന്ന യേശു കർത്താവ്, ആത്മ മണവാട്ടിയാകുന്ന എന്നെ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് സ്തോത്രം പ്രൈസലോട് ആ വേളിക്ക് വേണ്ടി നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രൈസലോട് നമുക്കറിയാം, ലോകപ്രകാരമുള്ളൊരു വിവാഹം നടക്കണമെങ്കിൽ സ്തോത്രം അതേ പാതിവൃത്യമുള്ള അല്ലെ കന്യകയായിട്ടുള്ള ഒരു സഹോദരിയെ മാത്രമേ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുവാൻ താല്പര്യപ്പെടത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ കളങ്കമില്ലാത്ത അതേ സ്തോത്ര കാപട്യമില്ലാത്ത അതേ കറയില്ലാത്ത വാട്ടമില്ലാത്ത ചുളുക്കമില്ലാത്ത ആ നിർമ്മല കന്യകയെ മാത്രമേ കർത്താവ് ചേർക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ സ്തോത്ര ജീവിതത്തിൽ എവിടെങ്കിലും അതേ കുറവിന്റെ വശം ഉണ്ടെങ്കിൽ ഈ രാത്രികാലം ഒരു മാനസാന്തരപ്പെട്ട് ആ ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം നമ്മളെ ഒന്ന് മടക്കിക്കൊണ്ട് വരുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ സൂം മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഞാൻ വേഗം മുന്നോട്ട് പോകേണ്ട സമയം തീരുകയാണല്ലോ. അങ്ങനെ സ്തോത്രം അധിപതിയുടെ മുമ്പിൽ കൊണ്ടുപോയി പൗലോസിനെ ശീലാസിനെയും അതേ കൂടെയുള്ളവരെ കൊണ്ട് നിർത്തി അവര് വസ്ത്രങ്ങളെല്ലാം അതേ ഉരിഞ്ഞു മാറ്റി വലിയ കോല് കൊണ്ട് അവരെ അടിപ്പിച്ച് എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? സ്തോത്രം അവരെ അടിപ്പിച്ചതിന് ശേഷം അവരെ തടവിലാക്കി. കാരാഗൃഹ പ്രമാണിയോട് പറഞ്ഞു, വളരെ സൂക്ഷ്മത്തോടെ ഇവരെ കാക്കണം. കാരണം എന്തെങ്കിലും പഴുത് കിട്ടിയാൽ ഇവര് വീണ്ടും ഇറങ്ങി വന്ന് എന്ത് ചെയ്യും? ഇന്ന് ജീവിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയും. ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ജനം അതിൽ ആകർഷിക്കപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നാളെ മുതൽ സ്തോത്രം നമ്മുടെ വരുമാനം കുറഞ്ഞു പോകും, നമുക്ക് ലഭിക്കേണ്ട നന്മ ലഭിക്കാതെ പോകും. അതുകൊണ്ട് സ്തോത്രം ഇവരെ എങ്ങനെ ഏത് വിധത്തിലും എന്ത് ചെയ്യണം? സുരക്ഷിതമായിട്ട് തടവറയുടെ ഏറ്റവും അന്തർഭാഗത്ത് കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ കൂരിരുട്ടുള്ള സ്ഥലത്ത് കൊണ്ട് എന്ത് ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അവരെ കാല് രണ്ട് മാമത്തിലിട്ട് പൂട്ടി എന്ത് ചെയ്യുകയാണ്? അവരെ സ്തോത്രം ആ തടവറയുടെ ഏറ്റവും അന്തർഭാഗത്ത് കൊണ്ട് തള്ളുവാൻ ഇടയായി തീർന്നു. എന്നിട്ടൊരു പടയാളിയെ കാവൽ നിർത്തി. പടയാളി വെളിയിൽ സ്തോത്രമാടോ ഗേറ്റിന് മുമ്പിൽ ലൈറ്റിന്റെ കീഴിൽ കസേര ഇട്ടുകൊണ്ട് അതേ കയ്യിൽ തോക്കും കയ്യിൽ ഒരു കത്തിയും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ സ്തോത്രം പ്രിയരെ, ഞാൻ വേഗം ഓർപ്പിച്ചുണർത്തട്ടെ, പ്രാർത്ഥിക്കുന്ന ഭക്തൻ അവന് തടവര ഒരു വിഷയമല്ല. പ്രാർത്ഥിക്കുന്ന ഭക്തൻ ട്രാവൽ ചെയ്യുന്നവൻ ഒരു വിഷയമല്ല. പ്രാർത്ഥിക്കുന്ന ഭക്തൻ അവൻ ജോലി സ്ഥലം ഒരു വിഷയമല്ല. പ്രാർത്ഥിക്കുന്ന ഭക്തൻ വീട്ടിലിരിക്കുന്ന അവൻ ഒരു വിഷയമല്ല. അവൻ എവിടായിരുന്നാലും പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആരാധിക്കേണ്ട സമയത്ത് അവനെ രക്ഷിച്ച ദൈവത്തെ അവൻ ആരാധിക്കുവാൻ ഇടയായി തീരും. അങ്ങനെയെങ്കിൽ സ്തോത്ര പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഇല്ലയോ, കാരാഗ്രഹത്തിൽ അതെ കിടക്കുമ്പോൾ അവരെന്ത് ചെയ്യുക? അവര് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആരാധനയുടെ സമയമായപ്പോൾ അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ആരംഭിച്ചു. പാട്ട് പാടുന്നത് അതുവരെ ആ തടവറയ്ക്കകത്ത് കിടക്കുന്ന മറ്റു പലരും കേട്ടിട്ടില്ല. അവിടെ ദൈവത്തിന്റെ നാമം ഒരു ശബ്ദം അവർ അതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് കേൾക്കാത്ത ശബ്ദമായതുകൊണ്ട് അനേക തടവറയ്ക്കകത്ത് കിടക്കുന്ന അതേ കള്ളന്മാരായിട്ടുള്ളവര് അല്ലെങ്കിൽ സ്തോത്രം പിടിക്കപ്പെട്ടിട്ടുള്ളവര് അതെല്ലാം അവർ ആ ശബ്ദമായിട്ട് കേൾക്കുവാൻ തുടങ്ങി. അവരെല്ലാം മൗനമായിരുന്നു അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ സ്തോത്രം ദൈവത്തിന്റെ ദാസന്മാര് കരം ചലിപ്പിക്കുവാൻ കഴിയുന്നില്ല. കാരണം എന്താ? ചങ്ങല ഇങ്ങനെ കിടക്കുന്നു. കാല് രണ്ട് ചലിപ്പിക്കുവാൻ കഴിയുന്നില്ല. കാരണം എന്താ? ആമത്തിനകത്ത് കാലിട്ട് പൂട്ടിയിരിക്കുന്നു. അതേ സ്തോത്രം കിടക്കുന്ന കിടപ്പിൽ ഇരുന്നു കൊണ്ട് കൈകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിയിടിച്ചുകൊണ്ട് അവർ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയപ്പോൾ അതേ ചങ്ങലയുടെ അതേ സ്തോത്രം അതേ ഇരുമ്പുകൾ തമ്മിൽ കൂട്ടി ഉരസുവാനായി ആരംഭിച്ചു. ചുരുക്കി പറയാൻ പ്രിയമുള്ളവരെ, ആരാധിക്കേണ്ട ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് നല്ലവണ്ണം അവർ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ ആരാധനയിൽ ദൈവത്തിന് തീ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് തീ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതേ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുവാൻ ആരംഭിക്കുക. പ്രൈസലോ, ഞാനും നിങ്ങളും ആരാധിക്കുമ്പോൾ ഓർക്കുക, ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആരാധന ദൈവത്തിന് പ്രസാദമാകത്തില്ല. ഒന്ന് കൈയടിച്ചാൽ വിയർക്കുവാൻ നമുക്ക് ഇഷ്ടമല്ല. നല്ലപോലെ ആരാധിക്കുമ്പോൾ ഒന്ന് ശരീരം അതേ സ്വെറ്റിംഗ് എടുക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മളൊക്കെ പേരിന് കൈയടിച്ച് മുന്നോട്ട് പോകുന്നവരാ. പ്രിയരേ സ്തോത്രം. നല്ലൊരു ആരാധന കഴിച്ചാല് ആ രണ്ടു തുള്ളി വിയർപ്പ് നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ ഓർത്തോ, ആ ആരാധനയിൽ ദൈവത്തിന് തീ ഇറങ്ങും. പ്രൈസലോടെ ഇങ്ങനെ ഭക്തന്മാര് ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. അതേ തടവറയുടെ
അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാൻ ഇടയായി തീർന്നു. പ്രൈസലോട് പെട്ടെന്ന് സ്തോത്രം ഒരു ഭൂമി കുലുക്കം നടക്കുന്നത് പോലെ അതേ തടവറകളെല്ലാം ഇടിഞ്ഞു വീഴുവാൻ ആരംഭിക്കുക. ഇരുമ്പ് ചങ്ങലകളെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു പോകുന്നു. ആമത്തിലിട്ടിരിക്കുന്ന ആമം പൊട്ടിത്തകരുന്നു. പ്രൈസലോട് ആ ബിൽഡിംഗ് ഒന്നൊടുങ്ങും. എന്ത് ചെയ്യുക? ഇരുമ്പ് ഓടാമ്പലുകളൊക്കെ വെച്ചുകൊണ്ട് അതേ ബന്തോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കാരാഗ്രഹവും ജയിലറയും ഒക്കെ എന്താ തകർന്നു മാറുകയോ. കാരണം എന്താ? രണ്ട് ദൈവത്തിന്റെ ദാസന്മാര് ഐക്യതയോടെ, ആത്മാർത്ഥതയോടെ, സത്യദൈവത്തെ അതിന്റെ നിർമ്മലതയോടെ, വിശുദ്ധിയോടെ കാരാഗ്രഹത്തിൽ കിടന്ന് ആരാധിക്കുമ്പോൾ ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി ആ ബിൽഡിംഗ് മൊത്തം താറുമാറായി. പ്രൈസ് ലോർഡ്. അതുവരെ വെട്ടം കൊണ്ടുകൊണ്ട് വെളിയിലിരുന്ന് കസേരയിലിരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന കാരാഗ്രഹ പ്രമാണി, അല്ലെങ്കിൽ സ്തോത്ര അതേ കാരാഗ്രഹ പ്രമാണി, അല്ലെങ്കിൽ അതേ സ്തോത്ര വാച്ച്മാൻ പോലും എന്ത് ചെയ്തു? ആ കാരാഗ്രഹത്തിന്റെ അതേ അടിസ്ഥാനം കുലുങ്ങിയപ്പോൾ, ആ ബിൽഡിംഗ് തകരുവാൻ തുടങ്ങിയപ്പോൾ അതുവരെ വെട്ടം കണ്ടുകൊണ്ടിരുന്നവന്റെ വെട്ടമെല്ലാം നിലച്ചുപോയി. അവൻ അവിടെ ഇരുട്ടായി. അവന് മനസ്സിലായി എന്തോ സംഭവിച്ചു. ഇതിനകത്ത് കടന്നവരെ ഒരു രീതിയിലും പുറത്തു വിടല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഏൽപ്പിച്ചിരിക്കുക. അവരെ അഥവാ രക്ഷപ്പെട്ടു പോയാൽ നാളെ ഇവനെ തൂക്കിക്കൊല്ലും. പ്രൈസലോ. ആ ഭയത്തോട് അവൻ ഇരുട്ടിൽ കിടക്കുകയാ. പ്രൈസലോ. ഇപ്പൊ നോക്കണമേ, ദൈവത്തിന്റെ ദാസന്മാർ ഇതുവരെ കിടന്നത് കൂനാക്കുരുട്ടിരുട്ടിനകത്ത്, അന്തർഭാഗത്ത് അവരെ ഇട്ടിരിക്കുകയായിരുന്നു. വെളിയിലിരിക്കുന്ന പടയാളി എന്ത് ചെയ്യുക? ആ വെട്ടത്തിന്റെ കീഴെയിരുന്നു. ഇപ്പോൾ സ്തോത്രം ആരാധന വെളിപ്പെട്ടപ്പോൾ അന്ധകാരം മാറി അകത്ത് വെളിച്ചം വന്നു. എത്ര പേർക്ക് ആത്മാവിൽ ദൂത് മനസ്സിലാകുന്നുണ്ട്? ആരാധിക്കുമ്പോൾ ഇരുട്ട് മാറും. ആരാധിക്കുമ്പോൾ കെട്ടുകൾ പൊട്ടും. ആരാധിക്കുമ്പോൾ ബന്ധനമഴിയും. ആരാധിക്കുമ്പോൾ കെട്ടുകൾ അഴിയും. ആരാധിക്കുമ്പോൾ കടഭാരം മാറും. ആരാധിക്കുമ്പോൾ രോഗബന്ധനമഴിയും. ആരാധിക്കുമ്പോൾ കുടുംബത്തിന്റെ വിഷയത്തിന് ദൈവം മറുപടി കൽപ്പിക്കും. പ്രൈസലോ. അങ്ങനെങ്കിൽ ഇന്നലെ വരെ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ പണിതെടുത്തുകൊണ്ട് ഈ രാത്രികാല കുടുംബമായി ഒന്ന് ആരാധിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്ക്. അവിടെ ഇന്നലെ വരെ ബന്ധിച്ചു വെച്ച ബന്ധനങ്ങളെ ദൈവം അഴിച്ചു മാറ്റി ദൈവശക്തിയോടെ നിങ്ങളെ ദേശത്ത് മാനിച്ചുയർത്തുമെന്ന് ഈ രാത്രികാല പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. അങ്ങനെ അർദ്ധരാത്രിക്ക് പൗലോസ് ശീലാസ് പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനമെല്ലാം കുലുങ്ങിപ്പോയി. വാതിലൊക്കെ തുറന്നുപോയി. എല്ലാവരുടെ ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി പെട്ടെന്ന് ശബ്ദം കേട്ട് ഉറക്കമുണർന്നു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി കാരാഗ്രഹം എല്ലാം തുറന്നു കിടക്കുകയും. അവൻ വിചാരിച്ചു, അകത്തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പൗലോസ് ശീലാസ് രക്ഷപ്പെട്ടു. നാളെ എന്നെ അവര് കൊന്നുകളയും. അതുകൊണ്ട് അവരായിട്ട് എന്നെ കൊല്ലണ്ട, ഞാൻ തന്നെ എന്റെ ജീവനെ കളഞ്ഞേക്കാമെന്ന് പറഞ്ഞു അവന്റെ കയ്യിൽ സ്തോത്രം കൊടുത്തിരുന്ന ആ വാളെടുത്തുകൊണ്ട് അവന് ഉയരത്തിലേക്ക് ഉയർത്തി. അവനെ കുത്തുവാനായിട്ട് ഇങ്ങനെ ഓങ്ങി വരുമ്പോൾ അകത്ത് കടന്ന് ആരാധിക്കുന്ന ഭക്തൻ ആത്മാവിൽ വെളിപ്പാട് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞൊരു ദൂതുണ്ട്. അതേ സ്തോത്രം 28 വാക്യത്തിൽ പറയുക, അപ്പോൾ പൗലോസ് വിളിച്ചു പറയുന്നു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ ഉടനെ അത് ശബ്ദം കേട്ടിട്ട് അല്പം വെളിച്ചം ചോദിക്കുക. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, വെളിച്ചം കണ്ട് പുറത്തിരുന്നവൻ ഇപ്പൊ തപ്പിത്തടയുക. കാരണം എന്താ? അവിടുത്തെ ലൈറ്റ് എല്ലാം പോയി. പ്രൈസലോ. അവിടുത്തെ പവർ സപ്ലൈ എല്ലാം പോയി. എന്നാൽ ഇരുട്ടിൽ കടന്ന ദൈവത്തിന്റെ ദാസന്മാര് ദൈവത്തെ ശക്തിയോട് ആരാധിച്ചു കഴിഞ്ഞപ്പോൾ, തേജോമയനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവിടുത്തെ അന്ധകാരം മാറി, ഇരുട്ട് മാറി, അവിടെ പ്രകാശം പരക്കുക. പ്രൈസലോട്. എന്നെങ്കിൽ ഒറ്റ ദൂതൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതേ സ്തോത്രം. നമ്മളിലൂടെ ദൈവം കത്തിച്ചിരിക്കുന്ന ഒരു വിളക്കുണ്ട്. നമ്മളിലൂടെ പ്രകാശിക്കുന്ന ഒരു വിളക്കുണ്ട്. പ്രൈസലോട്. അത് ഇന്നും ചിക്കാഗോയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഓരോ സ്റ്റേറ്റുകൾക്കകത്ത് അന്ധകാരത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയരെ, നമ്മളിലൂടെ കത്തിച്ചിരിക്കുന്ന ആ വെളിച്ചം അത് കെട്ടുപോകാതെ, അത് കരിന്തിരിയായി കത്തിത്തീരാതെ, അതിന് എണ്ണ കുറഞ്ഞു പോകാതെ മറ്റുള്ളവർ ആ വെളിച്ചം തേടി നമ്മുടെ അടുക്കലേക്ക് വന്ന് അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു ഒരു കൂട്ടം ജനത്തെ കൂടെ ഒരുക്കി കർത്താവിന്റെ വരവിന്റെ മുമ്പിൽ നമുക്ക് കാഴ്ച സമർപ്പിക്കുവാൻ, കർത്താവിന്റെ വരവിന് മുന്നോടിയായി ഒരു കൂട്ടം ജനത്തെ കൂടെ ഒരുക്കി നമ്മൾ മുഖാന്തരം, നമ്മുടെ ശുശ്രൂഷകൾ മുഖാന്തരം വിടുവിക്കപ്പെട്ട ജനത്തെ കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ച വെക്കുമ്പോൾ ഓർക്കുക, നല്ല ദാസനെ, നല്ല ദാസി എന്നുള്ള വിളി കേൾക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായിത്തീരും. അന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ഭാഗ്യകരമായ പദവികൾ, ആ ഭാഗ്യകരമായ കിരീടങ്ങളെ പ്രാപിച്ചുകൊണ്ട് വിശുദ്ധകരമായ ഒരു ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുമിച്ച് ഇടവരുത്തട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുവാൻ പോകുക. അവൻ അല്പം വെളിച്ചം ചോദിച്ചുകൊണ്ട് പറഞ്ഞു. അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ കുറുവാക്യം. യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഉത്തരം ഇതാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. നമ്മളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നല്ല രാത്രികാലം നമ്മളോട് വ്യക്തമായി ഇടപെട്ടുവല്ലോ. ഈ നല്ല രാത്രികാലം ദൈവശബ്ദം നമ്മളെ കേൾപ്പിച്ചുവല്ലോ. തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തോടെ, വേദനയോടെ, ഭാരത്തോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. മകനെ, മകളെ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, ഞാൻ നിനക്ക് വേണ്ടി അടക്കപ്പെട്ടു, ഞാൻ നിനക്ക് വേണ്ടി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്തെ പക്ഷപാതം ചെയ്യുക. എന്റെ മകനാണോ നീ? എന്റെ മകളാണോ നീ? എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണെങ്കിൽ ശേഷിക്കുന്ന സമയം എത്ര ദിവസം നമ്മുടെ മുന്നിലുണ്ടെന്ന് നമുക്കറിയത്തില്ല. 1 മണിക്കൂറേ ഉണ്ടെങ്കിലും 2 മിനിറ്റേ ഉണ്ടെങ്കിലും നമുക്ക് കർത്താവിന്റെ വേല വിശ്വസ്തയോടെ ചെയ്യാം. നമ്മളെ രക്ഷിച്ച ദൈവത്തെ, നമ്മളെ വിടുവിച്ച ദൈവത്തെ, നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ആ കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടുക. യോഗ്യതയുള്ളവരായി നല്ലവരാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ചിക്കാഗോ പ്രയറിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കിൽ വിരമിക്കുന്നു. ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് പ്രകാരം ഒരു സമയം ഒരുക്കി തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അനീഷ് പാസ്റ്ററും കുടുംബത്തോടും ഈ പ്രയറിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും വന്ദനം ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണല്ലോ. പൗലോസും ശീലാസും തിമോഥെയോസും കൂടെ ആ ഫിലിപ്പയില് അവിടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അനുഭവത്തിൽ അവർ അകപ്പെട്ടു. ഇന്ന് നോർത്ത് ഇന്ത്യയിലുള്ള ദേവദാസന്മാരൊക്കെ ഒത്തിരി പേര് ജയിലിലുണ്ട്. അതുപോലെയുള്ള ഒരു സാഹചര്യമാണ്. തന്നെയല്ല, അവരെ അടിച്ച് ഉപദ്രവിച്ച് വല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവരകപ്പെട്ട് ആരാണെങ്കിലും നിരാശരായി പോകുന്ന ഒരു സാഹചര്യമാണ്. ലോകപ്രകാരം വളരെയധികം നിരാശരായി പോകുന്ന സാഹചര്യമാണ്. എന്നാൽ അവരുടെ ഉള്ളിലുള്ള ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവർ നിരാശരായാലും അവർ സന്തോഷത്തോടുകൂടെ എപ്പോഴും പൗലോസ് പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പിന. ആ ഒരു അനുഭവത്തില് അവർ പാട്ടുപാടിയപ്പോൾ അതിന്റെ അടിസ്ഥാനം, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം വരെ കുലുങ്ങി. അവിടെ ഉണ്ടായിരുന്ന സാഹചര്യമെല്ലാം നേരെ തിരിഞ്ഞു. പൗലോസും ശീലാസും ഒക്കെ തടവ് പുള്ളികൾ, അവരെയാണ് യജമാനെന്ന് അവിടുത്തെ ശരിക്കും യജമാനായിരുന്ന ജയിൽ വാർഡൻ വിളിച്ചത്. അപ്പോൾ ആ കർത്താവിന്റെ രാജ്യത്തിൽ സാഹചര്യങ്ങളൊക്കെ നേരെ അങ്ങ് തിരിയും, നമ്മൾ കാണുന്ന പോലല്ല. അതുകൊണ്ട് ഇന്ന് ഈ ദൂത് നമ്മൾ കേട്ടത് പലവിധ സാഹചര്യങ്ങൾ കൂടെ നമ്മൾ പോകുന്നത്, വളരെ നിരാശപ്പെടുത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ആ സാഹചര്യങ്ങളിൽ നമ്മൾ നിരാശപ്പെട്ടു പോകാതെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷമുള്ളവരായിട്ട്, നമ്മൾ പരാജിതരല്ല. കർത്താവ് വിജയിച്ചതുപോലെ കർത്താവിന്റെ സഹോദരന്മാരായ, കർത്താവിന്റെ ശിഷ്യന്മാരായ നമ്മള് കർത്താവിനോട് കൂടെ ജയാളികളാണ്. അതുകൊണ്ട് സാത്താന്റെ ആ തന്ത്രങ്ങളൊക്കെ പൗലോസ് പറയുന്നുണ്ടല്ലോ, സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നിരുത്സാഹപ്പെട്ടു പോകാറുണ്ട്. ലോകപ്രകാരം ചിന്തിച്ചാൽ അതിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ നിരുത്സാഹപ്പെടാതെ ശക്തരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായിട്ട് തിരുവനന്തപുരത്ത് സംസാരിച്ചു. ഈ ദിവസങ്ങളിൽ അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് തുടർന്നും കർത്താവിന്റെ ദാസനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയറിന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കുര്യൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് നടത്താം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവേ, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവ് ഈ പ്രഭാതത്തില് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ചിക്കാഗോ പ്രയറിലെ അനേകർക്ക് അനുഗ്രഹമാക്കി തീർത്തിരിക്കുകയാണ് സ്തോത്രം. എന്നതിൽ സംബന്ധിച്ച എല്ലാ ദൈവദാസന്മാരെയും സഹോദരന്മാരെയും അനുഗ്രഹിക്കണമേ. പാടുവാനും പ്രാർത്ഥിക്കുവാനും പല വിഷയങ്ങൾക്കായി മധ്യസ്ഥ ചെയ്യുവാനും ഒക്കെ ഇടയാക്കിയല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദൈവങ്ങൾ എടുത്തു കളയാതെ ഇരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ പാർക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ദൈവമക്കൾക്കായി തന്നിരിക്കുന്ന വലിയൊരു ആയുധമാണ് പ്രാർത്ഥന, ആരാധന. കാരാഗ്രഹത്തിലായിരുന്ന പൗലോസും ശീലാസും നരാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, ബന്ധനസ്ഥരുടെ ബന്ധനം അഴിഞ്ഞു. കാരാഗ്രഹ പ്രമാണി രക്ഷ പ്രാപിപ്പാനായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾക്ക് വിരോധമായി പിശാചുണ്ടാക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് വെടിവെപ്പാൻ വഴി ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കുക. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കണം. അങ്ങനെയുള്ളവരെ ദൈവം അന്വേഷിക്കുന്നു എന്ന് ദൈവവചനം വായിക്കുന്നത് പോലെ ഞങ്ങളുടെ എല്ലാവരുടെയും വചനം കേട്ട എല്ലാവരുടെയും ജീവിതത്തിന് ആരാധനയുടെ പുതുക്കം ഉണ്ടാകുവാൻ
പൂർണ്ണഹൃദയത്തോടെ വിശുദ്ധിയോടെ വിശ്വസത്തോടെ ആരാധിപ്പാൻ കൃപ ചെയ്യണം. വചനം ശുശ്രൂഷ ദൈവദാസനെയും ശുശ്രൂഷകളെയും കുടുംബത്തെയൊക്കെ ആശീർവദിക്കണമേ. അനേകരെ ഇനിയും കർത്താവിന് വേണ്ടി നേടുവാൻ പ്രാപ്തരാക്കണമേ. ഈ പ്രയർലൈൻ്റെ അഡ്മിനായിരിക്കുന്ന പാസ്റ്റർ അനീഷ് പാസ്റ്ററെ കുടുംബത്തെ ആശീർവദിക്കണം. സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണം. നിങ്ങളുടെ വരവിനായി ഞങ്ങൾ ഒരുക്കണം, കപ്പയിൽ കാക്കണം. സർവ്വ നന്മകൾക്കായിട്ട് സ്തോത്രം കർത്താവേ. വീഴാതെ വണ്ണം നിർത്തി കപ്പയിൽ കാക്കണം. മാനവും ബോധവും അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നാം ഏവരോടും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഏവരോടും ഭൂലോകമൊക്കെയുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴെപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.